ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏട്ടനിന്ന് കുറച്ച് നേരത്തെ ജോലിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങ് കഴിഞ്ഞു കേട്ടോ. ദോശയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. നന്ദയാട്ടോ ക്യാമറാമാൻ. ഞാനിതുപോലെ ചില ദിവസം ദോശ ഇടുന്നത്, വേഗം പണി കഴിയും. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏട്ടൻ കുറച്ച് വൈകിയാണ് പോകുന്നത്. ഏട്ടൻ പോയിട്ട് കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. മോൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങണം. അന്ന് വാങ്ങിയപ്പോൾ കുറച്ച് ഗൈഡൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് വന്നോന്ന് പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെയൊക്കെ തന്നെ മാർച്ചിൽ പരീക്ഷയും തീരും, മാർച്ച് അവസാനമാകുമ്പോൾ റിസൾട്ടും വരും. പിന്നെ ഏപ്രിൽ 1 ആകുമ്പോൾ സ്കൂളും തുറക്കും കേട്ടോ. ഞങ്ങൾ ഇപ്പം തന്നെ നന്ദയ്ക്ക് 2-3 പ്രാവശ്യം പോയി പുസ്തകം വാങ്ങിച്ചായിരുന്നു. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും 1-2 എണ്ണം കിട്ടാറില്ല. അവൾക്ക് ട്യൂഷനൊന്നും ഇല്ല കേട്ടോ. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്രാവശ്യമൊക്കെ ഗൈഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഗൈഡിന് വേണ്ടിയാണ് 2-3 പ്രാവശ്യം പോയതും. അപ്പോൾ ജൂണിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നാട്ടിൽ പോണതിന് മുന്നേ അതും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ സമയം കിട്ടുമ്പോൾ അവിടെ ചെന്നിരുന്ന് പഠിക്കാമല്ലോ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എടുപ്പൊന്നും കാണത്തില്ല കേട്ടോ. വെറുതെ അതും ചുമന്നുകൊണ്ട് പോവാം, നല്ല ഭാരമായിരിക്കും. വീട്ടിൽ അമ്മയാന്നേ മുട്ടക്കറി വെക്കുമ്പോൾ ഇങ്ങനെ വഴച്ചിട്ടൊന്നും അല്ല കേട്ടോ, അത് നേരെ കുക്കറിലാണ് വെക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് നേരെ അങ്ങ് കുക്കറിലോട്ടിടും. അത് കുറച്ച് എളുപ്പപ്പണിയാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാനത് അമ്മയുടെ കണ്ടാണ് പഠിച്ചത്. ഇപ്പം എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി ഞാൻ. ഇപ്പം ഇങ്ങനെ വഴറ്റാറൊന്നുമില്ല, എളുപ്പപ്പണിയിൽ തന്നെയാണ് ഞാനും മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. ലക്കിക്കാന്നേ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. കറിയായിട്ടല്ല കേട്ടോ, മുട്ട കട്ട് ചെയ്ത് അതിനകത്ത് കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കൊടുക്കില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അതിരുന്ന് കഴിച്ചോളൂ അവൻ. ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. ഒന്നീ സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അവന് വേണം കേട്ടോ. ഇങ്ങനെ മുട്ടക്കറി വെക്കുമ്പോൾ അവന് വേണ്ടിയുള്ളതങ്ങ് മാറ്റി വെക്കും കേട്ടോ. അവ ഇങ്ങനെ കറിയിലിട്ട് കഴിഞ്ഞാൽ കഴിക്കത്തൊന്നുമില്ല. അവനൊരു 10-11 മണിയാകുമ്പം വരും. അപ്പോൾ ഇതണക്ക് കട്ട് ചെയ്തും കൊടുക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, കഴിച്ചോളും. ഇത് അവന് വേണ്ടിയുള്ള പാലാട്ടോ, അതുകൂടെ അങ്ങ് ചൂടാക്കാൻ വെച്ച്. പാലെടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ലക്കി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതായിട്ട്. പിന്നെ അങ്ങോട്ട് പോയി കേട്ടോ. തിരിച്ചു വന്നപ്പോൾ കറി അങ്ങ് കരിഞ്ഞു പോയി. പിന്നെ അതിൽ കുറച്ച് മിനിക്കോണികളൊക്കെ ചെയ്ത് ഏട്ടനും കൊടുത്ത് ഞങ്ങളും അങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് നേരത്തെ വരുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഒരു 10-12 മണിയപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മോക്ക് ഗൈഡ് വാങ്ങാനായിട്ട് ഇറങ്ങി. ലക്കിക്ക് പിന്നെ വീട്ടിൽ ഇരിക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുന്നതാണ്. വീട്ടിലാണെങ്കിൽ ബുക്കും പുസ്തകം എടുക്കാൻ പറയുമ്പോൾ ഭയങ്കര വയറുവേദന വരും കേട്ടോ. പിന്നെ ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാമെന്നൊക്കെ പറയുമ്പോൾ ഉടനെ അതങ്ങ് മാറുകയും ചെയ്യും. അവനിപ്പോൾ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടേ അവൻ പഠിക്കുന്നോളെന്ന്. സ്കൂൾ തുറക്കുമ്പോൾ ഒരക്ഷരം ഓർമ്മ കാണത്തില്ല. ഇനിയിപ്പോൾ നാട്ടിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കളിയായിരിക്കും. പുസ്തകമൊക്കെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരുന്ന് ചെതലെടുക്കത്തേ ഉള്ളൂ. അത് ലക്കിയുടെ മാത്രമല്ല കേട്ടോ, നന്ദയുടെ അങ്ങനെ തന്നെ ആയിരിക്കും. നാട്ടിൽ പോയി കഴിഞ്ഞാൽ കളിയും ബഹളവും തന്നെ. പിന്നെ പപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ബഹളമാണ്. പപ്പു മാളുവിൻ്റെ മോളാട്ടോ. അപ്പോൾ മാളു ആരാന്ന് വിചാരിക്കും. മാളു അനിയത്തി കേട്ടോ എൻ്റെ. അത് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ബാംഗ്ലൂരാണെന്ന്. ഇവർ രണ്ടാളൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. വീടെടുത്ത് തലതിരിച്ച് വെക്കുന്ന ബഹളമാണ്. ഇവർ രണ്ടുപേരുടെ അമ്മയുടെയും പപ്പയുടെയും തലയിൽ കയറിയിരിക്കും. നന്ദ കുഞ്ഞായിരിക്കുമ്പോൾ ഇമാതിരിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അവൾ പാവമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ രണ്ടാളും ഭയങ്കരരാന്നല്ല പറഞ്ഞത്. ഇവർക്ക് രണ്ടുപേർക്ക് നല്ല കുസൃതിയാണ്. കളിച്ചുകൊണ്ട് നല്ല കൂട്ടായിട്ടിരിക്കുന്നതും കാണും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടി കൂടുന്നതും കാണും. എല്ലാം പെട്ടെന്ന് തന്നെ ആയിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ അവർ കൂട്ടുമാവും കേട്ടോ. ഞങ്ങൾ കുറേശ്ശെ പാക്കിങ് തുടങ്ങി കേട്ടോ. ലക്കിയോടും പുസ്തകമൊക്കെ പറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ റെഡിയായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനോട് റെഡിയായിട്ടങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ. ഏട്ടൻ്റെ ജോലി സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്. പുറത്തുപോണ കാര്യം പറഞ്ഞപ്പോഴേ നന്ദ പറഞ്ഞു ഇന്ന് അവൾക്ക് ഉച്ചയ്ക്ക് പൂരിയും കടലക്കറിയും വാങ്ങിച്ചു കൊടുക്കണേന്ന്. നമ്മൾ പോണ വഴിക്കൊരു കടയുണ്ട് കേട്ടോ. അവിടെ നല്ല ടേസ്റ്റിൽ പൂരിയും കടലക്കറിയും കിട്ടും. ആ കടയിൽ അത് ഉച്ചയ്ക്കേ ഉള്ളൂ കേട്ടോ. സമയം താമസിച്ചു പോയി കിട്ടത്തില്ല. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ റോഡിൽ ഇന്ന് കഴിക്കേണ്ടി വരും. അതെനിക്കൊരു പുത്തിരിയൊന്നും അല്ല കേട്ടോ. റോഡ് സൈഡിൽ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പം വാങ്ങിച്ച് കഴിക്കണം ഞങ്ങൾക്ക്. വാങ്ങിക്കുന്ന സമയത്ത് സ്ഥലം ഉണ്ടോയെന്നൊന്നും നോക്കത്തില്ല കേട്ടോ. ഞാനീ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെക്കാളും ഉച്ചത്തിൽ ഒരു പട്ടി ബഹളം ഉണ്ടാക്കുന്നു കിടന്ന്. അത് റോഡിൽ നിന്നിട്ട് കുരയ്ക്കുന്നതാണ് ഇത്ര ഉച്ചത്തിലും കേൾക്കുന്നത്. കടയിൽ ചെന്നപ്പോൾ അവൾക്ക് ആവശ്യമുള്ള ഗൈഡുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങിച്ച്. പിന്നെ ലക്കിക്ക് കയ്യിരിക്കുന്ന ഇറേസർ വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം. വീട്ടിൽ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. എന്നിട്ട് എവിടെ ഇതണക്ക് എന്ത് സാധനം കണ്ടാലും അവന് അപ്പോൾ അത് വേണം. പിന്നെ അവന് ഒരെണ്ണം അത് വാങ്ങിച്ച് 10 രൂപ കേട്ടോ ഇതിന് വില. ഇത് നിങ്ങളെ കാണിക്കും കേട്ടോ. അത് തുറന്ന് വീട്ടിൽ പല ഭാഗത്തും കിടപ്പുണ്ട് ഇതുപോലെ കുറേ റേസറുകൾ. പിന്നെ എവിടെ പോയി ഇതുപോലെ എന്ത് കണ്ടാലും അവനത് വേണം. അപ്പം വീട്ടിൽ ഉണ്ടായിട്ട് ഇതുപോലെ വിളമ്പൊക്കെ ചില ദിവസം വാങ്ങിച്ചും കൊടുക്കത്തില്ല കേട്ടോ. ബുക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആ വെയിലത്ത് ക്ഷീണിച്ച് നടന്നൊരു കടയിൽ വന്നു കേട്ടോ ജ്യൂസ് കുടിക്കാൻ. നന്ദ ലസ്സിയുടെ ആളാണ്. നന്ദയ്ക്ക് ലസ്സിയും ഞങ്ങൾക്ക് രണ്ടാക്കും പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു. ഈ കടയ്ക്കടുത്ത് തന്നെ ചേർന്ന് 4-5 ജ്യൂസ് കടകളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ അടുത്ത് ചേർന്ന് കുറേ കടകളങ്ങ് തുടങ്ങുമെന്ന്. ഞങ്ങൾ ഈ 4-5 കടകളിലും പോയി ജ്യൂസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടയൊഴിച്ചിട്ട് ബാക്കി 3 കടകളിലും ഒരു ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വരത്തില്ല. കുടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് പഴകിയ ഫ്രൂട്ടാണ്. പിന്നെ ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം വാങ്ങിച്ചു കുടിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഈ വെയിലത്ത് വന്നിട്ട് അത് കുടിക്കാൻ നല്ല രസമായിരുന്നു.
ഇവിടെ ആണെങ്കിലും ആളുകളെ നോക്കി മാത്രമേ വില പറയൂ. എന്തെങ്കിലും ഒരു സാധനത്തിന് എത്ര രൂപയാണെന്ന് വെച്ചാൽ ഞങ്ങളെ മൊത്തത്തിൽ ഒന്ന് നോക്കും. എന്നിട്ട് കുറച്ച് നേരം ഒരു ആലോചിച്ചിട്ടാണ് വില പറയുന്നത്. ഇപ്പം മീൻ വാങ്ങിക്കാൻ പോയാലും അങ്ങനെ തന്നെ കേട്ടോ. വലിയ ചൂരയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപയെങ്കിലും കൂട്ടിയാണ് പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് നേരെ തിരിച്ചും. ഞങ്ങളൊരു ദിവസം ചന്തയ്ക്ക് പോയപ്പോൾ നാടൻ മുട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വില ചോദിച്ചു. നാടൻ മുട്ടയിൽ കളറടിച്ചതാണോ എന്നറിയത്തില്ല, എന്നാലും വില ചോദിച്ചപ്പോൾ 15 രൂപയെന്ന് പറഞ്ഞു. ഞങ്ങൾക്കായതുകൊണ്ട് 14 രൂപയ്ക്ക് തരാമെന്ന്. നാട്ടിലാണെങ്കിൽ നാടൻ മുട്ടയ്ക്ക് 7 രൂപയേ ഉള്ളൂ. കുറേ നാളുകൊണ്ട് വിചാരിക്കുമോ 2 ബെഡ്ഷീറ്റ് വാങ്ങിക്കണമെന്ന്. ഈ മാർക്കറ്റ് വരെ വരുമ്പോൾ മറന്നു പോകും കേട്ടോ. പിന്നെ എന്തായാലും ഇന്നത് വാങ്ങിച്ച്. ഞങ്ങൾ 2 എണ്ണം വാങ്ങിക്കാനാണ് കേട്ടോ വന്നത്. എന്തായാലും 5 ബെഡ്ഷീറ്റ് അങ്ങ് വാങ്ങിച്ച്. കൊള്ളാം കേട്ടോ, ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ നല്ലതാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല തുണിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കാർപ്പറ്റ് നോക്കി. ഞങ്ങളാന്നേ കുറേ ദിവസം മുന്നേ മീഷോയിൽ 2 കാർപ്പറ്റ് ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്തിട്ട് കുറച്ച് നാളായി കേട്ടോ. സാധനം ഇതുവരെ എത്തിയില്ല. ഇപ്പം 3-4 ആഴ്ച കഴിഞ്ഞ്. അത് കഴിഞ്ഞൊരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ മീഷോയിൽ നിന്ന് കാള് വരും കേട്ടോ. സാധനം വേണമെങ്കിൽ ഒന്നമർത്താൻ. അതെന്തിനാണോ എന്തോ എനിക്കത് മനസ്സിലായില്ല. ഏകദേശം ഒരാഴ്ചയോളം ആ ഒരു കോള് വന്നുകൊണ്ടിരുന്നു കേട്ടോ. സാധനം വേണമെങ്കിൽ ഒന്നമർത്താൻ. സാധനം വേണമെന്നുള്ളത് കൊണ്ടല്ലേ പൈസ അടച്ച് ഓർഡർ ചെയ്തത്. പിന്നെ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാള് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്കിത് ആദ്യം കേട്ടോ ഇങ്ങനെ. അതിന് ഞങ്ങൾ ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല കേട്ടോ. ഒരാഴ്ചയോളം കാള് വന്നു. ഇപ്പോൾ പൈസ റീഫണ്ട് ആവുന്നുണ്ട്. ഞാൻ ഒരുപാട് ഓൺലൈൻ പർച്ചേസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു സംഭവം എനിക്ക് ആദ്യമായിട്ടോ, അതും മീഷോയിൽ നിന്ന്. പിന്നെ ബെഡ്ഷീറ്റ് വാങ്ങാൻ വന്ന കടയിൽ കാർപ്പറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതോടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയുള്ളതൊക്കെയാണ് കിടക്കുന്നത്. ഞങ്ങൾ കുറേ വർഷം മുന്നേ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അന്ന് നല്ല വിലയായിരുന്നു. ഇപ്പം നല്ല വില കുറവുണ്ട് ഇതിന്. ഈ കാണിക്കുന്ന റെഡിൻ്റെ ടൈപ്പാട്ടോ ഞങ്ങൾ മീഷോയിൽ ഓർഡർ കൊടുത്തത്. ഏട്ടൻ ഇവർക്ക് ആ ഫോണിൽ ഡിസൈൻ കാണിച്ചു കൊടുത്തു കേട്ടോ. ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ അതേപോലത്തെ എടുത്ത് കാണിക്കുക. ഞങ്ങൾ 2 എണ്ണം കേട്ടോ ഓർഡർ ചെയ്തത്. ഇനിയിപ്പോൾ ഡെലിവറി ബോയ് ഭാരം ആയതുകൊണ്ട് കൊണ്ടുവരാത്തതാണോന്നും അറിയാൻ വയ്യ. ഇവിടെയൊക്കെ ഭാരമുള്ള സാധനം കൊണ്ടുവരാൻ ഡെലിവറി ബോയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്തായാലും മീഷോയിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നമർത്താൻ വേണ്ടി കാള് വരുന്നുണ്ടായിരുന്നു. ഈ കടയിൽ ബെഡ്ഷീറ്റും കാർപ്പറ്റും മാറ്റും ഒക്കെ ഉള്ള കേട്ടോ. അല്ലാതെ നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് ഒന്നുമില്ല. ഈ കട എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയൽസാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്ന് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും അതിനൊന്നും ഒരു കുഴപ്പമില്ല. ലക്കി നന്ദയൊക്കെ വെയിലത്ത് വന്ന് ക്ഷീണിച്ച് അവിടെ ഒരു ചേറി കയറി ഇരിക്കുക. പിന്നെ ഞങ്ങൾ മിഠായി കടയിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇവിടെ ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തുകാരുടെ. എന്നെ വിട്ടിട്ട് ബാക്കി 3 പേർക്കും വീട്ടിൽ മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് മധുര സാധനം കൊടുത്താലും കഴിച്ചോളും. ലക്കി സൈഡിൽ നിന്ന് ഓരോന്ന് ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടി. ഞാനിവിടെ ഒരു കടയിൽ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കപ്പലണ്ടി മിഠായി പോലെ ഒരു നട്ട്സിൻ്റെ മിഠായി അതേ ഡിസൈനിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളെന്ന് കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും ഇവിടുത്തുകാരുടെ സ്പെഷ്യലാട്ടോ. ഇവിടെ ആണെങ്കിൽ മിഠായികൾ മിക്സ് ചെയ്ത് തരും കേട്ടോ. ഞങ്ങൾ അങ്ങനെ വാങ്ങിയേ. ഇവിടെ പറയുന്ന സാധനങ്ങൾ വെച്ച് അവർ തൂക്കിത്തരും. അപ്പോൾ എല്ലാത്തിൻ്റെ ടേസ്റ്റും അറിയാൻ പറ്റും. പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മിഠായിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കണ്ടായിരുന്നു. ഇവിടെയുള്ള പല ഐറ്റംസും അതുപോലെ നാട്ടിലും കണ്ടു കേട്ടോ. ഉണ്ടാക്കുന്ന ബംഗാളികൾ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ മസാല ദോശ വരെ ഉണ്ടാക്കുന്ന ബംഗാളികളാണ്. അവരാ റെസിപ്പിയൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് അവരുടേതായ രീതിയിൽ കുറേ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അവർ മസാല ദോശ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലായിരുന്നു ഇവിടുത്തെ മസാല ദോശ. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. പൊള്ളുന്ന ചൂടും. ഈ ചൂടത്ത് എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം അങ്ങോട്ട് മാറുന്നില്ല. ഐസ്ക്രീം വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ടി വെള്ളം കുടിക്കേണ്ടി വരും ദാഹം മാറ്റാൻ. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ നന്ദ പറഞ്ഞ കടയിലെത്തി. വന്നപ്പോൾ തന്നെ പൂരിയുടെ പരിപാടികളൊക്കെ ഇവർ തുടങ്ങി കേട്ടോ. ഇവിടുത്തെ പൂരി വേഗം തീരുകയും ചെയ്യും. ഇവിടെ നല്ല തിരക്കായി കടയിൽ. ഇവിടെ പൂരി മാത്രമല്ല കേട്ടോ, തൈര് വടയുണ്ട്. പിന്നെ തൈരിലിടാത്ത വടയും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ നാൾ മുന്നേ ഇവിടെ വന്നപ്പോൾ വട കഴിച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു വട കഴിച്ചാൽ തന്നെ ഏകദേശം വയറ് നിറയും. ഇവിടുത്തെ കറിയുടെ മെനു ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇവർ. ആ ചമ്മന്തിക്ക് പകരം അന്ന് തൈരിൽ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടായിരുന്നു തന്നത്. സലാഡില്ലേ അതുപോലെ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ. ഈ ചമ്മന്തിക്ക് വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ വലിയ കോമ്പിനേഷനും അല്ല ഇത്. അല്ലെങ്കിലും എനിക്ക് ഈ പച്ചക്കപ്പലണ്ടിയുടെ ചട്നി ഇഷ്ടേ അല്ല. ഇവിടെ നന്ദയ്ക്കും ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമായത്. ഇപ്പോൾ അങ്ങോട്ട് എണ്ണയിൽ നിന്ന് കോരിയ നല്ല മുരുമുരാന്നുള്ള ഈ പൂരി കടൽക്കറിയിൽ തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലെന്നുള്ളതാണ്. പിന്നെ ഈ പൂരി എടുത്തുകൊണ്ട് ഏതേലും സ്ഥലത്ത് പോയിട്ട് നിന്ന് കഴിക്കണം കേട്ടോ. എന്നാലും അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ പൂരിക്കടയോട് ചേർന്നൊരു അമ്പലമാണ്. അമ്പലത്തിൽ മാല വയ്ക്കുന്ന പെട്ടിക്കടയില്ലേ, അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ ഇട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.